മുത്തശ്ശി ഔട്ട് ഹൗസിലുണ്ട്. മുത്തശ്ശി ഔട്ട് ഹൗസിലോ? അതെന്താ കാര്യം? മുത്തശ്ശിക്ക് നല്ല പനിയായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് മാറ്റിയതാ. അതിന് പനി വന്ന മുത്തശ്ശി കിടക്കുന്നത് മറ്റുള്ളവരുള്ളടത്തല്ലേ? മുത്തശ്ശി ആരാ ഔട്ട് ഹൗസിലാക്കിയത്? ഇവിടെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ചെറിയമ്മ. ചെറിയമ്മ തന്നെയാ അവിടെ കൊണ്ടുപോയി ആക്കിയത്. മുത്തശ്ശിയുടെ പനി ഇപ്പൊ എങ്ങനെയുണ്ട്? ഇന്നലെ രാത്രി ഞാൻ ചെന്ന് നോക്കിയിരുന്നു. അപ്പൊ നല്ല പൊള്ളുന്ന പനിയായിരുന്നു. ഇന്നിപ്പോ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. കണിമംഗലത്തെ ജയഭാരതി മുത്തശ്ശിയുടെ കാര്യമാണോ ഏട്ടൻ നീ പറയുന്നേ? അത്രക്കൊക്കെ വെറുക്കപ്പെട്ടവളായോ നിങ്ങൾക്കൊക്കെ ആ പാവം? വരുൺ, ഞാൻ പറഞ്ഞല്ലോ, ചെറിയമ്മയും ചെറിയച്ഛനും തീരുമാനിക്കുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മുത്തശ്ശിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ ഞാൻ പറഞ്ഞതാ, സമ്മതിച്ചില്ല. എന്റെ മുത്തശ്ശിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഒരൊറ്റ എണ്ണത്തിനെ പോലും ഞാൻ വെറുതെ വിടില്ല. കേട്ടില്ലടോ? മുത്തശ്ശിക്ക് പനി വന്നുകൊണ്ട് മുത്തശ്ശി ഔട്ട് ഹൗസിൽ കൊണ്ട് കിടത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി മുഴുവൻ പൊള്ളുന്ന പനിയായിരുന്നു. നമ്മളിപ്പോ എന്താ ചെയ്യാ? മുത്തശ്ശിയുടെ ജീവൻ വെച്ച് കളിക്കാൻ പറ്റില്ല. കണിമംഗലം തിരിച്ചു പിടിച്ചിട്ട് മാത്രമേ നമ്മൾ തിരിച്ചു കയറുമെന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷേ മുത്തശ്ശിയുടെ കാര്യത്തിൽ ആ വാക്ക് മാറ്റേണ്ടി വരും. എത്രയും പെട്ടെന്ന് നമുക്ക് മുത്തശ്ശിയുടെ അടുത്തെത്തണം. വാ, ഇപ്പൊ തന്നെ പോവാം. എടോ, നമ്മളെ ആരും തടയില്ല. ഇനി അതിനു വേണ്ടി ആരെങ്കിലും കൈ ഉയർത്തിയാ ആ കൈ വീട്ടിട്ട് ഞാൻ അടങ്ങും. വാ. മുത്തശ്ശി, അയ്യോ മുത്തശ്ശി, 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 അയ്യോ മുത്തശ്ശി, 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 ബോധമില്ലെന്ന് തോന്നുന്നു. പെട്ടെന്ന് കുറച്ച് വെള്ളം എടുത്ത്. ഞാൻ എടുത്തിട്ട് വരാം. ചേട്ടാ, വെള്ളമുണ്ടോ? താങ്ക് യു. മുത്തശ്ശി, മുത്തശ്ശി, മാറി. മുത്തശ്ശി, മക്കളെ, എനിക്ക് കുറച്ച് വെള്ളം തായോ? മുത്തശ്ശി, വെള്ളം താ. മുത്തശ്ശി, നിങ്ങൾ എങ്ങനെ അറിഞ്ഞേ? ഞാൻ വിളിച്ചിരുന്നു മുത്തശ്ശി. മുത്തശ്ശി വയ്യാതെ കിടക്കുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എന്താ പറ്റി? പനിച്ചു. കൂട്ടത്തില് ഭക്ഷണം ഒന്നും കഴിക്കാത്തോണ്ട്. മുത്തശ്ശിക്ക് മരുന്നൊന്നും വാങ്ങിച്ചില്ലേ? മുത്തശ്ശിക്കൊന്നും വയ്യാണ്ടായാലും അടുത്തിരുന്ന് നോക്കാൻ നിങ്ങൾ രണ്ടാളും ഇവിടെ ഇല്ലല്ലോ. പിന്നെ ആരാ? ഉർവശിയോ?